ഇവിടെ 5:30 ആയാൽ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ ഒരു 7 മണി 8 മണി പോലെ കേട്ടോ. ഇന്ന് ഞങ്ങൾ നേരത്തെ എണിച്ചു, ഒരു 5:30 ഒക്കെ ആയപ്പോൾ. നൈനുക്കുട്ടി നേരത്തെ എണിച്ചു കേട്ടോ. നൈനുക്കുട്ടി ഇന്ന് സ്വിമ്മിങ്ങിന് പോവാണ് കേട്ടോ. ഉമേഷിൻ്റെ കൂടെ പോകുന്നത്. ഇവിടെ കുറേ പിള്ളേർ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി വരും. അപ്പോൾ അവൾ പോയി കഴിഞ്ഞ് ഞങ്ങളും നൈനും കൂടി ഒന്നുകൂടി കിടന്നുറങ്ങി കേട്ടോ. പിന്നെ എണിച്ചത് ഒരു 8:30 ആയപ്പോഴാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയാണ്. നൈനും ഉമേഷൊക്കെ വരെ ഒരു 10:30 ഒക്കെ ആവും. അപ്പോഴേക്കിനും ഉണ്ടാക്കാം വിചാരിച്ചു. നല്ല വിശപ്പും തുടങ്ങി കേട്ടോ. നൈഹുമാണ് ആദ്യം തന്നെ ചപ്പാത്തി പരത്താൻ തുടങ്ങിയത് കേട്ടോ. ചപ്പാത്തിയൊക്കെ പരത്തി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നൈനുകുട്ടിക്ക് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യത്തെ ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞു നീ ഒന്ന് പോയി പോയി കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമാവും പറഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഈ നീന്തലൊക്കെ പഠിച്ചിരിക്കണം നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഉമേഷിന് നല്ല ഇഷ്ടമാണ് അവളെ നീന്തൽ പഠിപ്പിക്കണം കേട്ടോ പിള്ളേരെ. അങ്ങനെ ഇന്ന് പോയി വന്നപ്പോൾ അവൾ പറഞ്ഞു അമ്മ എനിക്ക് ഇനിയും പോകണം പറഞ്ഞു കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ചുട്ടു പഴുത്ത് നമ്മൾ വൈകുന്നേരമായിട്ടോ. ഇത് 7:30 ടൈമാണ് ഇത് കാണുന്നത്. ഇവിടെ രാത്രി കുറവാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇങ്ങനെ രാത്രി ആയപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടോ. അവർ പാർക്കിൽ നിന്നൊക്കെ വന്നപ്പോൾ തന്നെ 8:30 ആയി. പിന്നെ പാമ്പും കോണിയൊക്കെ കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ശരി.